സർ, വെള്ളാപ്പള്ളി നടേശൻ പടിയിറങ്ങുമ്പോൾ കൊല്ലത്തെ SNDP യോഗത്തിന്റെ ആസ്ഥാനത്ത് വലിയ പിരിമുറുക്കമാണ്, വലിയ സമ്മർദ്ദമാണ് അനുഭവപ്പെടുന്നത് എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. ജപ്തിയുടെ വക്കിലാണ് യോഗം നിലനിൽക്കുന്ന കെട്ടിടം എന്നറിയാൻ സാധിക്കുന്നു. മാത്രമല്ല, ഒട്ടനവധി പ്രതിസന്ധികളുണ്ട്. വെള്ളാപ്പള്ളി നടേശന്റെ പേരിൽ മാത്രം 124ഓളം കേസുകൾ തന്നെയുണ്ട്. ഈ രീതിയിൽ നിയമപരമായും അല്ലാതെയും ഒക്കെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് യോഗത്തെ തള്ളിവിട്ടുകൊണ്ടാണ് വെള്ളാപ്പള്ളി പടിയിറങ്ങുന്നത് എന്നാണ് കേൾക്കുന്നത്. ഇതിൽ എത്രത്തോളം വാസ്തവമുണ്ട്? കേസുകൾ ശരിയാണ്. ഇത് മൈക്രോ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ കേസുകളൊക്കെ നിലനിൽക്കുന്നുണ്ട്, ധാരാളം കേസുകളുണ്ട്. പക്ഷെ SNDP യോഗ കൊല്ലത്തെ ആസ്ഥാനത്തിന്റെ ജപ്തി സംബന്ധിച്ച തീരുമാനങ്ങളിലെ ചില അഭിപ്രായങ്ങളൊക്കെ കേട്ടിരുന്നു. പക്ഷെ എനിക്ക് അതിന്റെ നിജസ്ഥിതി അറിയത്തില്ല. പക്ഷെ അദ്ദേഹത്തിനോട് അനുഭവമുള്ള ആളുകൾ പറയുന്നത് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. അതൊക്കെ ഈ അദ്ദേഹത്തിന്റെ എതിർവിഭാഗത്തിന്റെ ആരോപണങ്ങളാണെന്നാണ് പറയുന്നത്. അതിന്റെ നിയമവശങ്ങളെ കുറിച്ച് എനിക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്നു. പക്ഷെ മൈക്രോ ഫിനാൻസ് കേസ് നിലനിൽക്കുന്നുണ്ട്, അദ്ദേഹത്തിനെതിരെയുള്ള കേസുകൾ നിലനിൽക്കുന്നുണ്ട്, അത് സത്യമാണ്. പക്ഷെ ഇപ്പൊ വന്നിരിക്കുന്ന വിധി എന്ന് പറഞ്ഞാൽ, ഇന്നലെ വന്നിരിക്കുന്ന വിധി എന്ന് പറഞ്ഞാൽ ഇതുമായിട്ടൊന്നും ബന്ധപ്പെട്ടതല്ല. അദ്ദേഹം ഏതാണ്ട് 29 വർഷം, ഏതാണ്ട് 30 വർഷത്തോളമായി അദ്ദേഹം തുടർന്നുവെന്ന വലിയൊരു പദവി, SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി പദവി, ആ പദവിയിൽ നിന്ന് അദ്ദേഹം അടക്കം അതിന്റെ യോഗത്തിന്റെ പ്രസിഡന്റ് ശ്രീ MN സോമൻ, അദ്ദേഹത്തിന്റെ മകനായ ശ്രീ തുഷാർ വെള്ളാപ്പള്ളി വൈസ് പ്രസിഡന്റ്, അതുപോലെ സെക്രട്ടറി അരയക്കണ്ടി സന്തോഷ്, ഇങ്ങനെ 4 ഡയറക്ടർമാരെ 4 പേരെ പുറത്താക്കിയിരിക്കുകയാണ്. അതായത് അവർക്ക് അയോഗ്യത കൽപ്പിച്ചിരിക്കുകയാണ്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നിയമപ്രശ്നമാണ്. ഇത് കമ്പനീസ് ആക്ട് പ്രകാരമുള്ള നടപടിയാണ് വന്നിരിക്കുന്നത്. അതായത് കേരളത്തിന് അകത്ത് മാത്രം ബാധകമാകുന്ന നിയമമാണ് SNDP യോഗത്തിന് ബാധകമായിട്ട് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവര് റിട്ടേൺ സമർപ്പിക്കണം. കമ്പനിയാണെങ്കിലും അതേപോലെ ഡയറക്ടർമാരാണെങ്കിലും കൃത്യമായിട്ട് 3 വർഷത്തിലൊരിക്കൽ റിട്ടേൺ സമർപ്പിക്കണം. ആ റിട്ടേൺ സമർപ്പിച്ചിട്ടില്ലെങ്കിൽ അവർ ആ പദവിയിൽ തുടരാൻ അയോഗ്യരാണ്. അതാണ് കോടതിയുടെ കണ്ടെത്തൽ വന്നിരിക്കുന്നത്. അപ്പൊ യോഗം വാദിച്ചത് ഇതിന് പുറത്തും കേരളത്തിന് പുറത്തും ഒക്കെ ശാഖയുള്ളത് കൊണ്ട് കേരള നിയമം ഇതിന് ബാധകമാകുന്നില്ല എന്നൊക്കെ വാദം ഒക്കെ വന്നിരുന്നു. പക്ഷെ അതൊന്നും കോടതി അംഗീകരിച്ചില്ല എന്നുള്ളത് മാത്രമല്ല, നിങ്ങളിപ്പോ എന്തിനു തുടർന്നു, ഈ നിയമങ്ങളൊക്കെ അറിയാമായിട്ടും എന്തിനു തുടർന്നു, അതിന്റെ പേരില് ഇനി മറ്റ് ശിക്ഷാ നടപടികൾ എന്ന് പറഞ്ഞാൽ പെനാൽറ്റി അടക്കമുള്ള നടപടികളിലേക്ക് പോകുന്നു എന്നാണ് സൂചന. അപ്പൊ അങ്ങനെ വരുമ്പോൾ വളരെ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട്. ഇതിനകത്ത് നിയമപ്രശ്നങ്ങളാണ്. ഇത് കമ്പനി ലോ വിഭാഗത്തിലാണ് വരുന്നത്, നിയമകാര്യമാണ് ഇതിനകത്ത് വരുന്നത്. അതിനെയൊക്കെ ഇനി നേരിടണം. ഇപ്പൊ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവാണ്. സ്വാഭാവികമായിട്ടും SNDP യോഗത്തിന്റെ കരുത്തനായ സാരഥിയാണ് അദ്ദേഹം. യോഗത്തെ ഏതാണ്ട് 30 വർഷത്തോളം നയിച്ചുകൊണ്ടിരിക്കുന്നതും കേരള രാഷ്ട്രീയത്തിലെ വളരെ വ്യക്തിപ്രഭാവമുള്ള നേതാവുമാണ് അദ്ദേഹം. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം ചോദ്യം ചെയ്യും അതിനുറപ്പാണ്. യോഗം തന്നെ അത് ചോദ്യം ചെയ്യും. അത് ഡിവിഷൻ ബെഞ്ചിലെ ഇനി അത് അപ്പീൽ വരാം, ഹൈക്കോടതി തന്നെ അപ്പീൽ വരാം. അതല്ലെന്നുണ്ടെങ്കിൽ സുപ്രീം കോടതിയിലേക്ക് പോകാം. അപ്പൊ കോടതിയുടെ തീരുമാനമാണ്. പക്ഷേ ഇതിന് എത്രയോ നാള് മുമ്പ് തുടങ്ങിയ കേസാണെന്നറിയാം. വളരെ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ കേസാണ്. അത് MLA ആയിരുന്ന പരേതനായ പ്രൊഫസർ MK സാനുമാഷാണ്. സാനുമാഷ് അടക്കം കൊല്ലം സ്വദേശി ഒരു ചന്ദ്രസേനൻ, ഡോക്ടർ K രഘു, ഇങ്ങനെയൊക്കെയുള്ള ആളുകളായിരുന്നു ഇതിനെ സംബന്ധിച്ച് ഹർജി കൊടുത്തിരുന്നത്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞ് നീണ്ട വ്യവഹാരമായിരുന്നു. ഒരുപാട് വർഷത്തെ കേസും തീരുമാനങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് അവസാനം ഫൈനലായിട്ട് ഇപ്പൊ കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ചോദ്യം ചെയ്യപ്പെടുന്നുള്ളതിന്റെ കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അപ്പോഴും ഈ വിധി സ്റ്റേ ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ ഇത് മാറ്റി എഴുതിയൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയമെടുക്കും. ഇപ്പോൾ തന്നെ അദ്ദേഹത്തിന് പ്രായാധിക്യമുള്ള ആളാണ്. അദ്ദേഹത്തിന് 85 വയസ്സിന് മുകളിലാണ്, 85-90 വയസ്സിന് മുകളിലാണ് ഉള്ള ആളാണ്. പക്ഷെ നിയമവ്യവഹാരങ്ങളൊക്കെ നേരിടുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി എപ്പോഴതൊക്കെ പുനഃസ്ഥാപിച്ച് വീണ്ടും അദ്ദേഹത്തിനെ ആ ശക്തമായ സ്ഥാനത്തേക്ക് എത്താൻ പറ്റുമെന്നുള്ള കാര്യത്തിലൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതേപോലെ തന്നെയാണ് അദ്ദേഹത്തിന് ഇപ്പം പത്മ അവാർഡ് കിട്ടിയത്, അതും കേസിനകത്ത് തർക്കത്തിലേക്ക് വന്നിരിക്കുകയാണ്. അതിനെതിരെ ഒരു ഹർജി വന്നിട്ടുണ്ട്. ഇപ്പൊ ചുരുക്കത്തിലെ 2 വ്യവഹാരങ്ങൾക്ക് നടുവിലാണ് ഇപ്പൊ വെള്ളാപ്പള്ളി നടേശൻ ഉള്ളത്. പക്ഷെ എങ്കിൽ പോലും SNDP യോഗത്തിന്റെ ആളുകളുടെ, SNDP യോഗത്തിന്റെ പ്രവർത്തകരുടെ, സാധാരണ പ്രവർത്തകരുടേതായ സെന്റിമെന്റ്സ് പുറത്തു വന്നിട്ടുണ്ട്. അവരുടെ ഒരുപാട് അഭിപ്രായങ്ങൾ ഇന്നലെ വാട്സപ്പിൽ കൂടെയും മറ്റെയൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ അങ്ങനെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് കോടതി അയോഗ്യത കൽപ്പിച്ചൊക്കെ പുറത്താക്കിയാലും ജനങ്ങളുടെ മനസ്സിൽ, അതായത് സമുദായ അംഗങ്ങളുടെ മനസ്സിൽ അദ്ദേഹം ഇന്നും അനിഷേധ്യനായ നേതാവ് തന്നെയാണ്. അദ്ദേഹത്തിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് എത്രയേറെ ഫേസ്ബുക്ക് പോസ്റ്റുകളാണ് ഇന്നലെ വന്നുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാം. അങ്ങനെ നിയമങ്ങള്
നിയമങ്ങളുടെ മുമ്പില് കോടതി മുമ്പാകെ അദ്ദേഹം സത്യം തെളിയിക്കട്ടെ. പക്ഷേ ഞങ്ങളുടെ മനസ്സിൽ വെള്ളാപ്പള്ളി നടേശൻ ഞങ്ങളുടെ നേതാവ് തന്നെയാണെന്ന് പറഞ്ഞിട്ടാണ്. അത് വലിയ ഭൂരിപക്ഷമുള്ള സമുദായമാണ്. ഹിന്ദു സമുദായത്തിലെ ഏറ്റവും ഭൂരിപക്ഷമുള്ള സമുദായമാണ് തിരുവിതാംകൂറിലെ ഈഴവ സമുദായം, അല്ലെങ്കിൽ മലബാറിലെ തീയ സമുദായം എന്ന് പറയുന്നത്. അത് വടക്കൻ മലബാറിൽ അവർക്ക് അത്ര വലിയ സ്വാധീനമില്ലെങ്കിലും സമുദായത്തിന് വേണ്ടി അതിശക്തമായിട്ട് വാദിക്കുന്ന ആളാണ് അദ്ദേഹം. എന്റെ സമുദായം അവര് സമൂഹത്തിന്റെ മുമ്പില് തല ഉയർത്തി നിൽക്കണം, അവർക്ക് വേണ്ടപ്പെട്ട അവകാശങ്ങൾ, അവർക്ക് അർഹതപ്പെട്ട അവകാശങ്ങൾ വാങ്ങിക്കണമെന്നുള്ള കാര്യത്തില് അതിശക്തമായിട്ട് വാദിക്കുന്ന ആളാണ് അദ്ദേഹം. അത്തരം കാര്യങ്ങളൊന്നും ആരുടെ മുഖം നോക്കാറുമില്ല, മുഖം പോലും നോക്കാതെ അതിശക്തമായിട്ട് വാദിക്കുന്ന ആളാണ്. അതിന്റെ പേരിൽ ഒരുപാട് ആരോപണങ്ങളും അദ്ദേഹത്തിന് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ മലപ്പുറത്ത് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് സമയത്ത് മുസ്ലിം ലീഗിനെതിരെ മുസ്ലിങ്ങളെല്ലാം അവകാശങ്ങൾ സംഘടിപ്പിച്ചെടുക്കുന്നു, അവരുടെ ഭരണം ഇനിയും വന്നു കഴിഞ്ഞാല് മുസ്ലിം ലീഗ് ആയിരിക്കും കേരളം ഭരിക്കുന്നതെന്നൊക്കെ പരസ്യമായിട്ട് വിളിച്ചു പറയാനുള്ള ഒരു ചങ്കൂറ്റം അദ്ദേഹത്തിനുണ്ട്. അതേപോലെ തന്നെയാണ് ഓരോ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ വരുമ്പോൾ അദ്ദേഹം ഈ അടുത്ത സമയത്ത് ഇപ്പൊ തിരുവിതാംകൂർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, എല്ലാവരും ഇപ്പൊ കോൺഗ്രസിന്റെ UDF അധികാരത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പറഞ്ഞു കേൾക്കുന്ന പേരുകളെല്ലാം നായർ സമുദായത്തിൽപ്പെട്ട ആളുകളുടെയാണ്. ഇപ്പൊ KC വേണുഗോപാൽ അദ്ദേഹം വന്നാൽ തന്നെ KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, അതല്ലെങ്കിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അല്ലെന്നുണ്ട് പ്രതിപക്ഷ നേതാവ്, ഒന്നാം പേരുകാരനായ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ഇങ്ങനെയൊക്കെയുള്ള കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാക്കന്മാർ ഒരു പക്ഷെങ്കിൽ വലിയ സ്ഥാനങ്ങളിലേക്ക് ഭരണം കിട്ടിയാൽ വരാൻ കഴിവുള്ളവരുടെ നായർ സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. അപ്പോൾ ഞങ്ങൾക്ക് എവിടെ സ്ഥാനം? അതാണ് അത് വലിയൊരു ചോദ്യം തിരുവിതാംകൂർ അദ്ദേഹം ഇപ്പൊ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളില് SNDP യോഗത്തിന് വലിയ സ്വാധീനം, ഈഴവ സമുദായത്തിന് വലിയ സ്വാധീനമുള്ള ജില്ലകളാണ്. ഇപ്പോഴത്തെ ഒരു പ്രാഥമിക കണക്ക് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ 6 സീറ്റുകളും നായർ സമുദായത്തിൽപ്പെട്ട ആളാണ്. SNDP യോഗത്തിന് 2 സീറ്റേ കിട്ടുന്നുള്ളൂ, ഈഴവ സമുദായത്തിൽപ്പെട്ടവർക്ക് 2 സീറ്റേ ഉള്ളൂ. കൊല്ലത്തും അതെ, അതായത് യോഗത്തിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്ന കൊല്ലം ജില്ലയിൽ പോലും ഈഴവ സമുദായത്തിന് അർഹമായ പ്രാതിനിധ്യം കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. തെരഞ്ഞെടുപ്പ് ആയിട്ടില്ല, സ്ഥാനാർത്ഥി നിർണയങ്ങൾ വരുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ LDFനോടും അദ്ദേഹം പറയുന്നുണ്ട്, LDFനോടും അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. പറയുമ്പോൾ ശരിയാണ്, ശ്രീ പിണറായി വിജയനോട് ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയമൊക്കെയാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. നവോത്ഥാന സമിതിയുടെ ചെയർമാനാണ്. നവോത്ഥാന സമിതിയുടെ ചെയർമാൻ സ്ഥാനത്തൊക്കെ ഉണ്ടെങ്കിലും പറയുന്നുണ്ട്, ഈ മന്ത്രിസഭ തന്നെ നോക്കുക, ഹിന്ദുക്കൾക്ക് ഭൂരിപക്ഷമുള്ള ഒരു മന്ത്രിസഭയാണ്, ഹിന്ദു സമുദായങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള മന്ത്രിസഭയാണ്. പക്ഷെ ഈ മന്ത്രിസഭയിലും നായർ സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. ഹിന്ദുക്കളിൽ തന്നെ നായർ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് ഭൂരിപക്ഷം ഞങ്ങൾക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്. ശരിയാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ, സമുദായത്തിന്റെ കാര്യങ്ങൾ വെട്ടി തുറന്നു പറയുന്നതിന് അദ്ദേഹത്തിന് യാതൊരു മടിയുമില്ല. ഇപ്പോൾ തന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ലിസ്റ്റിലുണ്ടായിരിക്കുന്ന അനിശ്ചിതത്വം നോക്കുക, അതൊരു വലിയ പ്രശ്നമായിട്ട് മാറുകയാണ്. കോൺഗ്രസിന്റെ ഈ പറഞ്ഞ പോലെ മുൻനിരയിൽ നിൽക്കുന്ന 3-4 സ്ഥാനാർത്ഥികൾ നായർ സമുദായത്തിൽപ്പെടുന്നു. ഈഴവർക്ക് എന്ത് പ്രാതിനിധ്യം കിട്ടും? ഈഴവരുടെ ഒന്നാം നേതാക്കളായിട്ട് അപ്പൊ അദ്ദേഹം എടുത്തു കാട്ടുന്നത് കണ്ണൂര് K സുധാകരനെ എടുത്തു പറയുന്നുണ്ട്, അതേപോലെ UDF കൺവീനർ അടൂർ പ്രകാശിനെ പറയുന്നുണ്ട്. പക്ഷെ അവർ രണ്ടുപേരും മാറ്റി നിർത്തപ്പെടുന്നു എന്നാണ് പറയുന്നത്. കോൺഗ്രസിന്റെ ദേശീയ നയം അനുസരിച്ച് MP മാർ മത്സരിക്കണ്ടെങ്കിൽ K സുധാകരന് മത്സരിക്കുകയില്ല, അടൂർ പ്രകാശിന് മത്സരിക്കാൻ സാധ്യമല്ല. അവർ രണ്ടുപേരും മാറ്റി നിർത്തപ്പെടുകയാണ്. അത് വേണ്ട, അവർ മത്സരിക്കട്ടെ എന്നെങ്കിലല്ലേ. ഇപ്പൊ R ശങ്കറിന് ശേഷം കേരളത്തിൽ ആരാ ഒരു ഈഴവ മുഖ്യമന്ത്രി ഉണ്ടായിട്ടുള്ളത്? ശരിയാണ്, അദ്ദേഹത്തിന്റെ ചോദ്യങ്ങളൊക്കെ വളരെ ശരിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, സമുദായത്തിന് വേണ്ടി വാദിക്കാൻ, അതാണ് സാധാരണ സമുദായ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു വലിയ അവരുടെ ഒരു ആശങ്ക അതാണ്. ഇനി ആരുണ്ട് ഞങ്ങൾക്ക് വേണ്ടി പറയാൻ, നമ്മുടെ കാര്യങ്ങൾ വെട്ടിത്തുറന്നു പറയാൻ ആരുമില്ല എന്നൊരാശങ്ക അവർക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞ 2 ദിവസം, ഇന്നലെ ഈ വിധി വന്ന ശേഷം സോഷ്യൽ മീഡിയ അതിശക്തമായിട്ട് അദ്ദേഹത്തിന് വാദിക്കുകയാണ്. സാരമില്ല, കോടതി എന്ത് വേണേ തീരുമാനിച്ചോട്ടെ, പക്ഷെ ഞങ്ങളുടെ മനസ്സിൽ ജീവിക്കുന്ന ഏറ്റവും വലിയ നേതാവ് അങ്ങ് തന്നെയാണ് എന്നുള്ള ആരാധകരുടേതായ ഒരു വലിയ പ്രവാഹം അദ്ദേഹത്തിന്റെ പുറകിന് പോകുന്നുണ്ട്. അദ്ദേഹത്തെ പിന്തുടരുന്നുണ്ട്. ധാരാളം ആളുകൾ അദ്ദേഹത്തെ പിന്തുണച്ച് വരുന്നുണ്ട്. അപ്പൊ കോടതിയും വ്യവസ്ഥകൾ അതിന്റെ വഴിക്ക് നീങ്ങിക്കോട്ടെ എന്നുള്ളതാണ് അവരുടെ അഭിപ്രായം. എന്തായാലും ഈ കോടതിയുടെ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ചോദ്യം ചെയ്യപ്പെടുന്നുള്ള കാര്യം സംശയമൊന്നുമില്ല. പക്ഷെ ഒരു താൽക്കാലിക തിരിച്ചടിയാണ് അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. എന്തായാലും രാജഗോപാൽ സർ സൂചിപ്പിച്ചതുപോലെ ഏത് രീതിയിൽ വെള്ളാപ്പള്ളി നടേശന് ഇതൊരു വലിയ തിരിച്ചടിയാകും എന്നതൊക്കെ വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടതാണ്. എന്തായാലും വെള്ളാപ്പള്ളി നടേശൻ ഇറങ്ങുന്ന സമയത്ത് SNDP യോഗം കൂടുതൽ സമ്മർദ്ദത്തിലാവുകയാണോ എന്നതൊരു വലിയ ചോദ്യമായി അവശേഷിക്കുന്നു. കേസുകൾ അദ്ദേഹത്തിന്റെ പേരിലുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതേസമയം SNDP യോഗം ആസ്ഥാനം ഒരു ജപ്തിയുടെ വക്കിലാണോ എന്നത് സംബന്ധിച്ച് ഇതുവരെ ഒരു വ്യക്തമായ ധാരണ പുറത്തു വന്നിട്ടുമില്ല. വ്യക്തമാണ്. താങ്ക് യു സർ.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.